നമ്മൾ C++നെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ മനസ്സിലാക്കി. C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നമ്മളത് കാണാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കണം ഈ പ്രോഗ്രാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലേ. എന്നാൽ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ആക്ച്വലി നമ്മൾ പ്രോഗ്രാം കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആ പ്രോഗ്രാം എഴുതണമെങ്കിൽ കുറച്ചുകൂടി താമസമുണ്ട്, എന്നാലും ഞാനത് എഴുതി കാണിക്കാം. നിങ്ങൾക്കപ്പം ഒരു എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ നമ്മൾ ആ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ പഠിച്ചു, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് പഠിച്ചു, പിന്നെയാണ് നമ്മുടെ കോഡിങ് വരുന്നത്. അപ്പോൾ നമ്മൾ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എഴുതാൻ വരെ നമ്മൾ പഠിച്ചു, പക്ഷെ പ്രോഗ്രാം എഴുതാൻ നമുക്കായിട്ടില്ല അല്ലേ. അപ്പോൾ പ്രോഗ്രാം എഴുതുന്നത് അൽഗോരിതം എഴുതിയവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അൽഗോരിതത്തിനെയാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ അൽഗോരിതം നമ്മൾ എഴുതി, അതിനുശേഷം പ്രോഗ്രാം എഴുതി നമ്മൾ ബുക്കിൽ എഴുതി വെച്ചേക്കുമോ. നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുക. അൽഗോരിതം എഴുതി അതിൻ്റെ പ്രോഗ്രാമും എഴുതി വെച്ചേക്കുവാണ്. ഞാൻ ആ അൽഗോരിതം ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുക. ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലൊന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം ബുക്കിൽ എഴുതി വെച്ചേക്കുക. നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ചാപ്റ്റർ 5 നമ്മൾ ഒരു വാക്ക് ഞാനവിടെ പറയാതെ പോയായിരുന്നു. ചാപ്റ്റർ 5 ലാസ്റ്റ് പോർഷനായിട്ട് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരെന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, IDE എന്ന് പറയുന്നു. IDE എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇത് നമ്മൾ ഒരു ഇൻറ്ററാക്ഷൻ, യൂസറുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ തരുന്ന ഒരു ഏരിയയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് യൂസർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം, യൂസർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം, യൂസർക്ക് സേവ് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒരു യൂസറിന് ചെയ്യാനായിട്ട് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ IDE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് ലാംഗ്വേജിലായാലും. ഒരു IDE നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. MS വേർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഓർക്കുക. ആ വേർഡിൻ്റെ സ്ക്രീന് നമുക്ക് എന്തായിട്ട് പറയാം? IDE ആണെന്ന് പറയാം. നമുക്ക് ഒരു സ്ഥലത്ത് അവിടെ കർസർ ഉണ്ടായിരിക്കും, നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്ത് നമുക്ക് ഫയൽ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, നമുക്ക് സേവ് ചെയ്യാം. പിന്നെ അതിനകത്ത് പലതരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ട്. നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന എൻവയോൺമെൻ്റ് ആണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് തന്നിരിക്കുന്നത്. ഈ വേർഡ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? വേർഡിൻ്റെ IDE എന്ന് പറയും. അപ്പോൾ ഏതൊരു ലാംഗ്വേജിലും നിങ്ങൾക്ക് അവരുടെ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്, ലാംഗ്വേജ് എന്നല്ല ഏത് ആപ്ലിക്കേഷനിലും അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ ഏരിയയാണ് എന്ത് പറയുന്നത്? IDE എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് C++ പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു IDE വേണം. മനസ്സിലായല്ലോ? C++ പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു IDE വേണം. നിങ്ങൾ ഇതുവരെ C++ൻ്റെ IDE ഏതാണെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേർഡിൻ്റെ IDE നിങ്ങൾക്ക് അറിയാം, അതുപോലെ CPPക്ക് ഒരു IDE ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഏതാണെന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ IDEയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അവിടെ കാണേണ്ട ഒരാളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ പറയും വിൻഡോസ്, ആൻഡ്രോയിഡ്, ഉബുണ്ടു, ലിനക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചില പേരുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഇവിടെ നമ്മുടെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഉബുണ്ടു മീൻസ് ലിനക്സിൻ്റെ ഒരു വേർഷനാണ് വരുന്നത്. ലിനക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു സബ് വേർഷനായിട്ടാണ് ഉബുണ്ടു എന്നാണ് പേര്. നിങ്ങൾ SSLC പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, നിങ്ങളുടെ സ്കൂളുകളിൽ ഉപയോഗിച്ചിരുന്ന ഉബുണ്ടു ആയിരുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് എന്ത് നമ്മൾ കൊടുക്കുന്നു? ഉബുണ്ടു ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? വേർഡിലല്ല നമ്മൾ ചെയ്യേണ്ടത്, ഉബുണ്ടുവിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സാധനം മനസ്സിലായി. ഇനിയാണ് നമ്മൾ IDEയിലോട്ട് പോകുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എത്തിയാലേ നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ IDE, നമ്മൾ ഉപയോഗിക്കുന്ന IDE ജീനി എന്ന IDE ആണ്. GEANY, ജീനി എന്ന IDE ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്
ഇറ്റ് ഡിപ്പെൻസ്, ദർ ആർ സോ മെനി ഐഡീസ് ഫോർ സി പി പി. സി പി പിക്ക് തന്നെ സ്വന്തമായിട്ട് കുറേ ഐഡീസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ജീനിയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ടർബോസി എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിലായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചത്. ടർബോസി. അപ്പോൾ അത് ഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന പേരിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ വെറൈറ്റി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, ലൈക്ക് ഇപ്പോൾ വിൻഡോസിലും നമുക്ക് ടർബോസി തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മാക്കിലൊക്കെ ആണെങ്കിൽ എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും. എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു IDE ഉണ്ടായിരിക്കും. അപ്പോൾ പലതരം IDEs ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ജീനി. ഇനി ജീനിയുടെ ഐക്കൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മഞ്ഞ കളറിൽ ഒരു കെറ്റിലാണ്. നിങ്ങൾക്കറിയാലോ കെറ്റിൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു കെറ്റിലാണ് IDE ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, എവിടെ? ഈ ഉബുണ്ടുവിൽ കാണുന്നത്. ഇനി C++ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഒരു എന്താണ് ഒരു എൻവയോൺമെൻറ്റ് കിട്ടി. എന്താണ്? ജീനിയിലാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി വീട്ടിൽ നിങ്ങൾക്ക് ജീനിയിൽ നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് CPP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചേട്ടന്മാരൊക്കെ പഠിക്കുന്ന പോലെ ചേച്ചിമാരൊക്കെ പഠിക്കുന്ന ജീനി ആയിരിക്കും ഉള്ളത്. ആണെങ്കിൽ ജീനിയിൽ CPP ആയിരിക്കും, ടർബോസി ആയിരിക്കും, അതിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജീനിയിലാണ് സ്കൂളിൽ. ഇനി അടുത്തത് നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മെഷീൻ ലാംഗ്വേജിലേക്ക് അസംബ്ലി ലാംഗ്വേജിൽ നിന്നും ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ചില ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റി പഠിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ കമ്പൈലർ, ഇൻ്റർപ്രറ്റർ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ പഠിച്ചായിരുന്നു. ആക്ച്വലി C++ൽ ഒരു കമ്പൈലർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ, നിങ്ങൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജാണ് CPP പ്രോഗ്രാം. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന CPP പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കമ്പൈലർ വേണം. അത് ഏത് ലാംഗ്വേജിൽ എവിടെയാണെങ്കിലും നമുക്കൊരു കമ്പൈലർ വേണം. ഹിയർ ഇൻ ജീനി വി ഹാവ് എ കമ്പൈലർ, GCC എന്ന് പറഞ്ഞിട്ടൊരു കമ്പൈലറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. GCC കമ്പൈലറാണ് ഉപയോഗിക്കുന്നത്. ഈ GCCയുടെ ഒരു ഫുൾ ഫോം ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. GNU കമ്പൈലർ കളക്ഷൻ എന്നാണ് പേര്. GNU കമ്പൈലർ കളക്ഷൻ എന്നൊരു പേരൂടെ അതിനെ ഉണ്ടെന്ന് ഓർക്കുക. GCC കമ്പൈലറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, IDE ജീനി, കമ്പൈലർ GCC. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു ഒരു മഞ്ഞ കളറിൽ ഒരു കെറ്റിലാണ് നിങ്ങൾക്ക് ജീനിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജീനി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീൻ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ജീനി IDയാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കർസർ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് നിങ്ങൾ പറയുന്ന പേരാണ് ജീനി IDE എന്ന് പറയും. ന്യൂ തന്നെ എടുക്കാം. ഞാനൊരു വർക്ക് പേജ് നോക്കിയതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? അൺടൈറ്റിൽഡ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫയൽ, എഡിറ്റ്, സെർച്ച് എന്ന് പറഞ്ഞിട്ട് കുറേ മെനു ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഫയലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ താഴേക്ക് ഒരു ലിസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ദിസ് ഇസ് ജീനി IDE. ഇനി ഞാനിവിടേക്ക് ഒരു പ്രോഗ്രാമിനെ ടൈപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ഒരു C++ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ C++ പ്രോഗ്രാം എഴുതിയിട്ടില്ല, നിങ്ങൾ ഇവിടെ നോക്കി ആ പ്രോഗ്രാം തന്നെ എഴുതിയെടുക്കണേ. ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം നമുക്ക് സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണ് കാണുന്നത്? എന്തൊക്കെയോ സാധനം നിങ്ങൾ കാണുന്നുണ്ട്. കാണുന്നതെല്ലാം ഏത് കളറിലാണ് കാണുന്നത്? ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. ആ കളർ ഒന്ന് ശ്രദ്ധിച്ചോണേ, ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. അപ്പം ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. എങ്ങനെയാണ് ഇത് വായിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹാഷ് ഇൻക്ലൂഡ് ഒരു ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. സിമ്പിൾ നമ്മൾ വായിക്കേണ്ട. ഹാഷ് ഇൻക്ലൂഡ് IOStream. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് C++ പ്രോഗ്രാമാണ് കേട്ടോ. പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങളിൽ വളരെ കുറച്ച് പേര് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവർ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിനെ കാണുവാണ്. ആ ഒരു ആവേശത്തിൽ തന്നെ വേണം കാണാൻ. ഹാഷ് ഇൻക്ലൂഡ് IOStream. ദെൻ താഴെ എഴുതിയിരിക്കുന്നത് യൂസിങ് നെയിം സ്പേസ് STD, ദെൻ ഒരു സെമിക്കോളൻ, ദെൻ ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഉണ്ട്, പാരാന്തസിസ് ബ്രാക്കറ്റ് എന്ന് പറയും, ഓപ്പൺ ക്ലോസ് ചെയ്തിരിക്കുന്നു. പിന്നെ
കേളി ബ്രാക്കറ്റ് ഓപ്പൺസ് ആണ് പിന്നെ ഈ കാണുന്നത്. കേളി ബ്രാക്കറ്റ് ഓപ്പൺസ്, ദെൻ സി ഔട്ട് എന്ന് എഴുതിയിട്ട് 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് ഹലോ വെൽക്കം ഡിയേഴ്സ് എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. ദെൻ സെമിക്കോളൻ, ക്ലോസ് സെമിക്കോളൻ ഉണ്ട്, ദെൻ റിട്ടേൺ 0 സെമിക്കോളൻ, ദെൻ ക്ലോസിങ് കേളി ബ്രാക്കറ്റ്. ഞാൻ പറയുന്നു ഇതാണ് ഒരു C++ പ്രോഗ്രാം. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ നിങ്ങൾ ആ പ്രോഗ്രാം ഇതുപോലെ ടൈപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം. ഓക്കെ, പ്രോഗ്രാം എഴുതി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫയൽ എടുക്കുക, സേവ് എടുക്കുക. സേവ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ ഫയൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം ഞാനിവിടെ അഞ്ജലി നായർ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന് പേര് കൊടുക്കുക. മൈ ഫസ്റ്റ് CPP പ്രോഗ്രാമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈ ഫസ്റ്റ് CPP. ഇവിടെ എന്ത് പേരാണ് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേര് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഓർത്തോണം, ഇന്ന് കൊടുക്കുന്ന പേര് നാളെ ഒന്ന് ഓർത്തിരുന്നോണം. അതിന് സാധാരണ ഗതി നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റോൾ നമ്പറും കൊടുത്തേക്കും. ഫസ്റ്റ് CPP 1 ആണെങ്കിൽ റോൾ നമ്പർ 1 എന്നങ്ങ് കൊടുത്തേക്കും. അല്ലെങ്കിൽ ഇത് ഫാക്ടോറിയലിൻ്റെ ആണെങ്കിൽ ഫാക്ട് 1 എന്ന് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഫസ്റ്റ് ലെറ്റർ എന്താണ് ഒരു ലെറ്റർ ആയിരിക്കണം. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് പേര് കൊടുക്കാം, നമ്പറൊക്കെ പറ്റും. അപ്പം നമുക്ക് മൈ ഫസ്റ്റ് CPP 1.1.CPP എന്ന് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഫയൽ എക്സ്റ്റൻഷൻ. ഓക്കെ, ഫയൽ എക്സ്റ്റൻഷനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് .cpp എന്നാണ്. .cpp എന്നത് കമ്പൽസറിയാണ്, അത് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഫയൽ നെയിം .cpp എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫയൽ സേവ് ചെയ്യുക. ഇനി നിങ്ങളൊന്ന് പ്രോഗ്രാമിലേക്ക് നോക്കിക്കേ, വല്ലതും സംഭവിച്ചോ? പ്രോഗ്രാമിന് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എന്ത് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്? കളർ ഹാസ് ബീൻ ചേഞ്ച്ഡ് അല്ലേ? കളർ ചേഞ്ച് ചെയ്തു. ആദ്യം നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എല്ലാം ബ്ലാക്ക് കളറിലാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ അവിടെ പല കളേഴ്സ് കാണാനുണ്ട് അല്ലേ? ഇനി ഇതിനകത്ത് യൂസിങ് നെയിം സ്പേസ്, ഇൻറ്റ്, റിട്ടേൺ മുതലായ വാക്കുകൾ അല്ലെങ്കിൽ ടോക്കൺസ് എന്തായിട്ടാണ് കാണുന്നത്? ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നുണ്ട് അല്ലേ? ഡാർക്ക് ബ്ലൂ കളറിൽ കാണുക എന്ന് പറഞ്ഞേക്കുള്ളൂ. കാണുന്ന സാധനങ്ങളെല്ലാം CPPയിലെ കീവേഡ്സ് ആണ്. നമ്മളെ കീവേഡ്സ് പറഞ്ഞില്ലേ, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു കീവേഡ്സിൻ്റെ ഒക്കെ കളർ മാറും എന്ന് പറഞ്ഞത്. സോ ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം കീവേഡ്സ് ആണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, കണ്ട ആ N ഞാൻ മാറ്റുമ്പോഴത്തേനും കളർ മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് അതേപോലെ തന്നെ എഴുതണം. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് റിട്ടേൺ പറയും, ഞാൻ 6 ക്യാപ്പിൽ എഴുതി, കണ്ടോ വരുന്നുണ്ടോ? ഇല്ല. സോ ഞാൻ പറഞ്ഞായിരുന്നു CPPയിലെ എല്ലാ കീവേഡ്സും സ്മോൾ ലെറ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്നും ഓർത്തോളൂ. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം അൽഗോരിതം എഴുതുന്നു, പ്രോഗ്രാം എഴുതുന്നു, പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. എവിടെ ടൈപ്പ് ചെയ്യുന്നു? ജീനിയിൽ ടൈപ്പ് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യുന്നു. എങ്ങനെ സേവ് ചെയ്യുന്നു? .cpp ഇട്ട് സേവ് ചെയ്യുന്നു. Next you have the option for compilation. So the file has been saved as .cpp file. ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമാണ്. ദിസ് ഫയൽ ഈസ് നോൺ ആസ് സോഴ്സ് ഫയൽ. സോഴ്സ് ഫയൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. സോഴ്സ് ഫയൽ cannot be executed. You cannot execute a source file. ഒരു സോഴ്സ് ഫയൽ അല്ലെങ്കിൽ .cpp ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. You can execute only a machine language code. അല്ലേ? മെഷീൻ ലാംഗ്വേജ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് മെഷീൻ ലാംഗ്വേജ് അല്ല. We have to convert it. We have to translate it. For the translation, we are using this compile option. You have this compile option here. Kanalo. So click on this compile option. So here, after the compilation, you will get a message here. Here message kando compilation finished successfully. Okay? Compilation finished successfully. അതിൻ്റെ അർത്ഥം എന്താണ്? This file, the source file, has been changed to ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയും. അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ഹാസ് ബീൻ ക്രിയേറ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോഴ്സ് ഫയൽ ഹാസ് ബീൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇനി സാധാരണഗതിയിൽ ആദ്യമൊക്കെ പ്രോഗ്രാം എഴുതുന്ന സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം there may be some error വരും. ഓക്കെ, ആ എറർ വരുന്നത് എങ്ങനെയാണെന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളപ്പോൾ ചെയ്യാൻ പോയാൽ അപ്പോൾ എറർ വരുമല്ലോ. അപ്പോൾ ആ എറർ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ നീല കളറിൻ്റെ കാര്യം ടീച്ചർ പറയാൻ മറന്നു പോയിരുന്നു. നീല കളർ നോക്കില്ല, റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി
എന്താണ് എറർ എന്ന് ഞാൻ കാണിച്ചു തരാം. സോ അതെങ്ങനെയാണ് കാണുന്നത്? ഈ താഴേക്ക് നോക്കിയേ, മൈ ഫസ്റ്റ് cpp1.cpp ഹാസ് സം എറർ, റിട്ടേൺ വാസ് നോട്ട് ഡിക്ലെയർഡ്. റിട്ടേൺ എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾക്ക് അറിയത്തില്ലേ എന്നാണ് ആര് പറയുന്നത്? CPP കമ്പൈലർ പറയുന്നത്. എന്നിട്ട് CPP വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കമ്പൈലേഷൻ ഫെയിൽഡ്. കമ്പൈലേഷൻ ഫെയിൽഡ്. അപ്പോൾ ഇനി അടുത്തത്, ആരുടെ ഉത്തരവാദിത്തമാണ് കമ്പൈലേഷൻ സക്സസ് ആക്കേണ്ടത്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദിസ് ഇസ് നോട്ട് എസ് ഡീബഗ്ഗിംഗ്. So there are some errors, we have to correct it. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിച്ചായിരുന്നു. അതിൽ സിൻടാക്സ് എററുകളാണ് കമ്പൈലർ കണ്ടുപിടിച്ച് പറയുന്നത്. ബാക്കി എററുകൾ ഇനിയും ഉണ്ടാവാം. ദാറ്റ് മീൻസ് ലോജിക്കൽ എററോ റൺ ടൈം എററോ പ്രോഗ്രാമിൽ ഉണ്ടാകില്ലെന്നൊന്നും പറയുന്നില്ല. കമ്പൈലേഷൻ സക്സസ് ആവണമെങ്കിൽ സിൻടാക്സ് എറർ ഫ്രീ ആയിരിക്കും. അപ്പോൾ കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. വൺസ് അഗെയിൻ യു ഹാവ് ടു കമ്പൈൽ. സോ ദാറ്റ് നൗ ഇറ്റ്സ് ഓക്കെ. Compilation finished successfully. The next step is you have to build the program. Build ചെയ്യാന്ന് പറയും. ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അത് കമ്പൈലേഷൻ്റെ കൂടെ തന്നെ നടക്കും. ചില സമയത്ത് ഈ GCC കമ്പൈലറിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്നുകൂടെ ബിൽഡ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇറ്റ് ഇസ് ബെറ്റർ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. എഗെയിൻ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. നെക്സ്റ്റ് തിങ് ഈസ്, നമ്മൾ ഈ പ്രോഗ്രാമിനെ സിസ്റ്റത്തിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ദാറ്റ് മീൻസ് വി നീഡ് ആൻ ഔട്ട്പുട്ട്. നമുക്കൊരു ഔട്ട്പുട്ട് വേണം. ഔട്ട്പുട്ട് വേണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം എഴുതി കമ്പൈൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓപ്ഷൻ ഇതാണ്, എക്സിക്യൂട്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, എക്സിക്യൂട്ട്. അപ്പോൾ എക്സിക്യൂട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി ഈ റിസൾട്ട് അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ പറയുവാണ്, ഈ പ്രോഗ്രാം ഉപയോഗിച്ച് ഹലോ വെൽക്കം ഡിയേഴ്സ് എന്ന് എൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ എഴുതി വരികയാണ് വേണ്ടത്. അതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഈ പ്രോഗ്രാമിൽ ദർ ഇസ് നോ ഇൻപുട്ട്, only one output and that is hello welcome dears. നമുക്ക് നോക്കാം ഈ ഹലോ വെൽക്കം ഡിയേഴ്സ് എന്നുള്ളത് വരുന്നുണ്ടോ ഇല്ലയോ. എവിടാണ് വരേണ്ടത്? ശ്രദ്ധിച്ചേ, ഔട്ട്പുട്ട് സ്ക്രീനിലാണ് വരേണ്ടത്. എന്താണ് ഈ മഹത്തായ ഔട്ട്പുട്ട് സ്ക്രീൻ? ഔട്ട്പുട്ട് സ്ക്രീൻ മഹത്താണ് എന്ന്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്ക്രീൻ മഹത്തരമാണെന്ന് പ്രോഗ്രാം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഔട്ട്പുട്ട് സ്ക്രീൻ ആരാണെന്ന്. കാരണം നമുക്കൊരു ഔട്ട്പുട്ട് സ്ക്രീൻ കാണണം. ചിലർക്ക് കാണത്തില്ല, ചിലർക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എന്ത് കളർ കാണുന്നു? ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണുന്നു. അവിടെ എന്താണ്ടൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ചെറിയ അക്ഷരങ്ങളാണ് അല്ലേ. ജീനി GCC എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ചെറിയ അക്ഷരങ്ങളെ എഴുതി കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ചെറിയ അക്ഷരങ്ങൾ നമുക്ക് കളർഫുള്ളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഐക്കണുകളോ ഒന്നും ഒരിക്കലും കാണത്തില്ല, ഇത്രയൊക്കെ കാണുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഹലോ വെൽക്കം ഡിയേഴ്സ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം എക്സിക്യൂട്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട. പ്രസ് എനി കീ ടു കണ്ടിന്യൂ അതും നിങ്ങൾ നോക്കണ്ട. ഈ മെസ്സേജ്, ഞാൻ കൊടുത്ത മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഔട്ട്പുട്ട് സ്ക്രീൻ അണ്ടർ അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലാണ് ഔട്ട്പുട്ട് സ്ക്രീൻ. അവിടെ ഒരു 0 എന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി കൊടുക്കണം. അവിടെ A എന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി കൊടുക്കണം. സോ ഔട്ട്പുട്ട് സ്ക്രീനിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഉബുണ്ടു, ഞാനിത് ഒരു മിനിറ്റ്, ഞാനിത് വിൻഡോസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉബുണ്ടു വിൻഡോസിലാണ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. കാരണം എൻ്റെ ഈ ആപ്ലിക്കേഷനുകളെല്ലാം കിടക്കുന്നത് വിൻഡോസിലാണ്. ആക്ച്വലി എൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് ഉബുണ്ടു ഉണ്ട്, പക്ഷേ എൻ്റെ ടെക്സ്റ്റ് ബുക്കും എല്ലാം കിടക്കുന്നത് ഇതിനകത്തായതുകൊണ്ട് ഞാൻ വിൻഡോസിൽ ഉബുണ്ടു എടുത്ത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഉബുണ്ടു എവിടെ ആണെങ്കിലും ആ മഞ്ഞ കളറിൽ കെറ്റിലിൻ്റെ ഐക്കണോട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ ജീനി എടുക്കുക, പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, ഫയൽ സേവ് ചെയ്യുക വിത്ത് എക്സ്റ്റൻഷൻ .cpp, ദെൻ കമ്പൈലേഷൻ നടത്തുക. കമ്പൈലേഷൻ സക്സസിന് ശേഷം ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്തതിന് ശേഷം റൺ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് സ്ക്രീൻ. ഔട്ട്പുട്ട് സ്ക്രീനിൽ നമ്മുടെ ഔട്ട്പുട്ട് എഴുതി വരും. ഇത്രയാണ് നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.